നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചേച്ചി അന്നങ്ങനെ ചോദിച്ചതാ എന്റെ കണ്ണ് തുറപ്പിച്ചത്. കണ്ണു മനസ്സൊക്കെ തുറന്നു പിടിക്കുന്നത് നല്ലതാ. പക്ഷേ എവിടെന്നെങ്കിലും കുറെ കാശും കടം വാങ്ങിച്ചു വന്ന് ചീരുവിന്റെ മേലെ വീണ്ടും പഴയ അധികാരം കാണിക്കാന്ന് നീ വിചാരിക്കണ്ട. അല്ല ചേച്ചി, അത്യാവശ്യത്തിന് കടം വാങ്ങുന്നതും വേണ്ടപ്പെട്ടവരുടെ സഹായം സ്വീകരിക്കുന്നതൊക്കെ സാധാരണയല്ലേ ചേച്ചി? ഇപ്പൊ തന്നെ രഘുവേട്ടൻ ബിസിനസ് തുടങ്ങിയത് ദാസങ്ങളുടെ സഹായത്തോടെയല്ലേ? ഞാനിപ്പോ ദാസങ്ങളുടെ വീട്ടിൽ നിന്നാ വരുന്നത്. എന്റെ ധാരണ രഘുവേട്ടനും അമ്പിളി ചേച്ചി മോളും ആ വീട്ടിനകത്ത് ഉണ്ടായിരുന്നു എന്നാ. രഘുവേട്ടൻ എന്തായാലും അവിടെ തന്നെ ഉണ്ട്. പുള്ളിയുടെ ചെരുപ്പുണ്ട എനിക്കറിയാലോ. പക്ഷെ ദാസങ്ങൾ എന്നെ അകത്തേക്ക് ക്ഷണിച്ചതുമില്ല, രഘുവേട്ടനൊട്ട് പുറത്തേക്ക് വന്നതുമില്ല. ചിലപ്പോ എന്നെക്കാളും വേണ്ടപ്പെട്ട ഗസ്റ്റ് ആരെങ്കിലും അകത്ത് കാണുമെന്ന് കരുതി ഞാനിങ്ങ് പോന്നു. ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി രഘുവേട്ടൻ എപ്പോഴും ദാസങ്ങളുടെ വീട്ടിൽ പോകാറുള്ളതാ. അപ്പോഴൊക്കെ ഞാനും മോളും കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. വിനയനോട് സംസാരിക്കാൻ ഇല്ലാത്തതുകൊണ്ടാകും രഘുവേട്ടൻ പുറത്തേക്ക് വരാതിരുന്നത്. അല്ലാതെ വേറെ ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ടോന്നായിരിക്കില്ല. ഗസ്റ്റ് ഉണ്ടായിരുന്നുള്ള കാര്യം ഉറപ്പായി ചേച്ചി. രഘുവേട്ടന്റെ ചെരുപ്പ് കൂടാതെ തൊട്ടടുത്തൊരു ലേഡീസ് ചപ്പലും 4-5 വയസ്സുള്ളൊരു കുട്ടിയുടെ ചപ്പലും ഞാൻ കണ്ടതല്ലേ. അതല്ലേ ഞാൻ അമ്പിളി ചേച്ചി മോളും അകത്തുണ്ടാവുമെന്ന് വിചാരിച്ചത്. അതാരെങ്കിലും ആവട്ടെ, ദാസിന് ധാരാളം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉള്ളതല്ലേ. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വിനയന് വേറൊന്നും പറയാനില്ലല്ലോ. ഇല്ലച്ചാ, ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ പറഞ്ഞു. അതിന് നിമിത്തമായത് അമ്പിളി ചേച്ചി തന്നെയാ. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ ഞാനങ്ങ് പോട്ടേച്ച. ആർക്ക് ശല്യാവാതെ ഇടക്കൊക്കെ മക്കളുടെ കാര്യം അന്വേഷിച്ച് ഞാൻ വരാം.